വടകര സ്ഥാനാർത്ഥി മുല്ലപ്പള്ളി രാമചന്ദ്രന് 1 കോടി രൂപ ദില്ലിയിൽ നിന്ന് എത്തിച്ചതായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന തിരുവള്ളൂർ മുരളിയുടെ വെളിപ്പെടുത്തൽ. ഇത് സംബന്ധിച്ച് തിരുവള്ളൂർ മുരളി കെപിസിസി പ്രസിഡന്റ് നൽകിയ കത്ത് കൈരളി പീപ്പിളിന് ലഭിച്ചു. കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് 1 കോടി രൂപ വീതം ദില്ലിയിൽ നിന്ന് ലഭിച്ചിരുന്നു എന്നാണ് കെപിസിസി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയ്ക്ക് യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയായിരുന്ന തിരുവള്ളൂർ മുരളി അയച്ച കത്ത് വ്യക്തമാക്കുന്നത്. 3 ഘട്ടങ്ങളിലായാണ് പണം കൊണ്ടുവന്നത്. 2 തവണ 25 ലക്ഷം രൂപ വീതവും പിന്നീട് 50 ലക്ഷം രൂപയും അടക്കം 1 കോടി രൂപയാണ് ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. 17 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കും 1 കോടി രൂപ വീതം ലഭിച്ചിരുന്നുവെന്നും ഇങ്ങനെ 17 കോടി രൂപയുടെ കള്ളപ്പണം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും കത്ത് വ്യക്തമാക്കുന്നു. ദില്ലിയിൽ നിന്നാണ് പണം ലഭിച്ചത് എന്ന് തിരുവള്ളൂർ മുരളിയുടെ കത്തിൽ പറയുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രന് പണം കൊണ്ടുവരാനാണ് 3 തവണ തിരുവള്ളൂർ മുരളി ദില്ലിയിൽ പോയത്. 2 തവണ കൊണ്ടുവന്ന 25 ലക്ഷം രൂപ വീതം മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഏൽപ്പിച്ച് രസീത് വാങ്ങിയിട്ടുണ്ട്. 3-ാം ഗഡു 50 ലക്ഷം രൂപയിൽ നിന്ന് 25 ലക്ഷം രൂപ ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഇതേക്കുറിച്ച് ഫറൂഖ് റെയിൽവേ പോലീസിന് പരാതി നൽകിയിരുന്നു. കെപിസിസി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ഇടപെട്ട് പരാതി പിൻവലിക്കുകയായിരുന്നുവെന്ന് തിരുവള്ളൂർ മുരളി കത്തിൽ പറയുന്നു. മറ്റ് 16 കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെയും ആളുകൾ പണം വാങ്ങാൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആദ്യ തവണ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് പണം പിടികൂടിയപ്പോൾ താനും ഇടുക്കി സ്ഥാനാർത്ഥിയുടെ ആളും മാത്രമാണ് രക്ഷപ്പെട്ടത്. എറണാകുളം, വയനാട് എന്നീ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പണം വാങ്ങാൻ ദില്ലിയിൽ വന്നവരെക്കുറിച്ചും കത്തിൽ പറയുന്നു. മുഴുവൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കും പണം എത്തിക്കാൻ ചുമതലപ്പെടുത്തിയവർ ഒന്നിച്ചാണ് ദില്ലിയിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങിയത് എന്നും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒരു ലോക്സഭാ സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പിൽ പരമാവധി 25 ലക്ഷം രൂപയെ ചെലവഴിക്കാൻ അവകാശമുള്ളൂ. എന്നാൽ തിരുവള്ളൂർ മുരളിയുടെ കത്ത് പുറത്തു വന്നതോടെ 1 കോടിയിലേറെ രൂപ ചെലവഴിച്ചതായി തെളിഞ്ഞു. ദില്ലിയിൽ നിന്നും കൊണ്ടുവന്ന 17 കോടി രൂപ കള്ളപ്പണമാണെന്നും ഇതോടെ വ്യക്തമായി. NV ബാലകൃഷ്ണൻ, തിരുവനന്തപുരം.